കുറ്റ്യാടിയിൽ തെരുവ് നായയുടെ ആക്രമണം 3 കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് നായയുടെ കടിയേറ്റു. 7 പേരെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലും ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുറ്റ്യാടിക്കടുത്ത് നിലേച്ചുകുന്ന്, കുളങ്ങരത്താഴ, കരണ്ടോട് എന്നിവിടങ്ങളിൽ വെച്ചാണ് 8 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റത്. വീടിന്റെ വരാന്തയിൽ വെച്ചും തൊഴിലിടത്തിൽ വെച്ചും റോഡിൽ വെച്ചുമാണ് കടിയേൽക്കുന്നത്. നിലേച്ചുകുന്നിലെ സജിമോൻ, കരണ്ടോടെ 9 വയസ്സുകാരൻ ഐബക് അൻസാർ, കുളങ്ങരത്താഴയിലെ സൂപ്പി വടക്കേപ്പറമ്പത്ത്, നീലേച്ചുകുന്നിലെ 4 വയസ്സുകാരൻ സൈൻ മുഹമ്മദ്, സതീശൻ നരിക്കൂട്ടുംചാൽ, തുണിക്കടയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ സുരേഷ് ബാബു കുനിങ്ങാട്, ഇതര സംസ്ഥാന തൊഴിലാളി അബ്ദുൾ, 8 വയസ്സുള്ള അബ്ദുൾ ഹാദി എന്നിവർക്കാണ് കടിയേറ്റത്. 7 പേർ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. 8 പേരെ കടിച്ച് നാട്ടിൽ ഭീതി പരത്തിയ നായയെ കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനാ ചെയർമാൻ ബഷീർ നരയങ്കോടിന്റെ നേതൃത്വത്തിലുള്ള സംഘം കീഴ്പ്പെടുത്തി. ഏകദേശം കുട്ടികളടക്കം 7 പേരുകളാണ് ഇന്ന് നായ കടിച്ചത്. നായനെ നമ്മൾ ഏതായാലും കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ നല്ല മരുന്നും അതുപോലെ തന്നെ സന്ദീപ് ഡോക്ടറെ നല്ല ചികിത്സയും കാര്യങ്ങളുണ്ട്. കുറേ ആശ്വാസമായിട്ടുണ്ട്. ഏതായാലും ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഭയപ്പെടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പഞ്ചായത്തും ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും കുറ്റ്യാടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. മോഹൻദാസ് പറഞ്ഞു. കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിലെയും കായക്കുടി ഗ്രാമപഞ്ചായത്തിലെയും നിവാസികളായ 7ഓളം പേരെ ഭ്രാന്തൻ നായ ആക്രമിച്ച് അവരെ കുറ്റ്യാടി താലൂക്ക് ആസ്പത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ട്. അവർക്കാവശ്യമായ മരുന്ന് ആസ്പത്രിയിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് തന്നെ അതിൻ്റെ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സന്ദീപിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ മെഡിക്കൽ ടീമും അവർക്കാവശ്യമായ പരിചരണം നൽകിയതുകൊണ്ട് തന്നെ ആശ്വാസകരമാണ്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസൊന്നുമില്ല. തെരുവുനായെ, ഭ്രാന്തൻ നായയെ ജനങ്ങൾ തന്നെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കുറ്റ്യാടി മേഖലയിൽ തെരുവുനായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രത്യേക ഷെൽട്ടറോ മറ്റോ നിർമ്മിച്ച ഭീഷണി ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.